അങ്ങനെ നമ്മൾ യാത്രയിൽ ഏതോ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാട്ടാ ഞങ്ങള്. ഒരു ദിവസം ആയപ്പോഴത്തേനും എല്ലാരും കോലൊന്നും മാറിയിട്ടുണ്ടായിരുന്നിട്ടാ. ബിന്ദിന്റെ ഒക്കെ കോലം നോക്കിയാണ്. നിങ്ങളാരെങ്കിലും ട്രെയിന് മൂത്രയിക്കണ കണ്ടിട്ടുണ്ടോ? കണ്ടോളിട്ടോ. ഏതൊരു ട്രെയിനിന്റെ വീഡിയോ എടുക്കുകയാണെങ്കിലും അതിലുണ്ടാവുന്ന രണ്ട് ക്ലിപ്പാട്ടങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. യാത്രയിൽ ഇരുത്തം മാത്രം ആയതുകൊണ്ട് തന്നെ വരുന്നിടത്തുനിന്നൊക്കെ ഓരോന്നായി വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നിട്ട്. അത് പേരൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമത് വന്നതാണ് കേട്ടോ. ഇത് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു, സംഭവം രസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ വാങ്ങി കഴിച്ചത് പച്ചയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പഴുത്തോട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടും നല്ല തണുപ്പ് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ രാത്രി ആവുമ്പോൾ. രാത്രിക്കത്തെ ഫുഡ് ബാബുവും ഇമ്മിയും കൂടി ട്രെയിൻ തന്നെ എന്തൊരു സംഭവം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടോ. കേരളത്തിലത്തെ ഫുഡ് കിട്ടുന്ന ഒരു ടീമായിരുന്നു. നല്ല ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ കയ്യിലെത്തുമ്പോൾ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കയ്യിലെത്തിയപ്പോൾ സംഭവം സെറ്റ് ആയിരുന്നു. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇമ്മാക്കും ബാബുവിനും പടച്ചോനെ വാങ്ങി കഴിക്കേണ്ടിയിരുന്നു ട്രെയിനിൽ നിന്ന് തോന്നിപ്പോയിട്ടാ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ നാട്ടിലത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിക്കാൻ കിട്ടാം. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ടൈപ്പ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. 4 ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം പീസൊക്കെ ഉള്ള നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഞങ്ങൾ ട്രിപ്പ് പോകുന്നൊന്നല്ല, നമുക്ക് സൂറത്തിലൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. ബിന്ദിക്കും ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഒറ്റക്കായോണ്ട് ഉമ്മാനെയും അച്ഛനും കൂടെ കൂട്ടിയതാണ് പോക്കില്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സുബൈക്ക് 3 മണിക്ക് സൂറത്തിലെത്തിയിരുന്നു.